ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മാർക്കറ്റ് അപ്ഡേറ്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഓൾറെഡി ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ടെലഗ്രാം ചാനലിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാം. ഇന്നലെ മാർക്കറ്റിലേക്ക് വളരെ വലിയ നെഗറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ന്യൂസ് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാനായിട്ട് പോകുന്നത് ബിറ്റ്കോയിനെ തന്നെയാണ്. ക്രിപ്റ്റോ മാർക്കറ്റിൻ്റെ ഒരു നിലനിൽപ്പ് തന്നെ ബിറ്റ്കോയിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ വളരെ ചെറിയ രീതിയിൽ ഒരു ഇടിവുണ്ടായാൽ കൂടി അത് ബാക്കിയുള്ള കോയിൻസിനകത്തൊക്കെ വളരെ വലിയ ഡംപ് ഉണ്ടാവാനായിട്ട് കാരണമാവുന്നതായിരിക്കും. സോ വർഷങ്ങളായിട്ട് ഈ ഒരു കാര്യം നമ്മൾ ക്രിപ്റ്റോ മാർക്കറ്റിൽ കണ്ടുവരുന്നതാണ്. അതുപോലെ തന്നെ എയർ ഡ്രോപ്പുകൾ, എല്ലാ പ്രൊജക്റ്റുകളും എയർ ഡ്രോപ്പ് ലോഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മാർക്കറ്റ് നല്ല രീതിയിൽ ഇരിക്കുന്ന സമയത്താണ്. ബിറ്റ്കോയിനൊക്കെ അത്യാവശ്യം നല്ല ഒരു ബുള്ളിഷ് മൊമെൻ്റ് ഉള്ള സമയത്ത്, അതുപോലെ തന്നെ ആൾട്ട് കോയിൻസ് ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന സമയത്തായിരിക്കും എല്ലാ പ്രൊജക്റ്റുകളും അവരുടെ എയർ ഡ്രോപ്പും അല്ലെങ്കിൽ അവരുടെ ടോക്കണും കാര്യങ്ങളൊക്കെ റിലീസ് ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ആ ഒരു നല്ല മാർക്കറ്റ് നല്ലതായിരിക്കുന്ന സമയത്ത് ടോക്കൺ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിനും അത് വളരെ പോസിറ്റീവ് ആയിരിക്കും. സോ ഈ വരുന്ന ജൂലൈ മാസം എന്ന് പറയുന്നത് ബിറ്റ്കോയിനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ വളരെ വലിയൊരു നെഗറ്റീവ് മന്താവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബിറ്റ്കോയിൻ നെഗറ്റീവായിട്ടാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം, നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പല എയർ ഡ്രോപ്പുകളും ജൂലൈ മാസത്തിലേക്കാണ് എയർ ഡ്രോപ്പ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഒരുപക്ഷെ പ്രൊജക്റ്റുകൾ അവരുടെ എയർ ഡ്രോപ്പ് നീട്ടി വെച്ചേക്കാം, അല്ലെങ്കിൽ അവർ പറഞ്ഞതുപോലെ തന്നെ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്രൈസ് ഡംപ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു ചാർട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്നലെ ആ ഒരു ന്യൂസ് വന്നതിൽ പിന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വളരെ നല്ല രീതിയിൽ താഴത്തേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. ഏകദേശം $58,400 ഇന്നലെ ബിറ്റ്കോയിൻ ഇടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം കറൻലി ഒരു $61,000 അടുപ്പിച്ചാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ ഇത്രയും വലിയൊരു ഡംപ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാം. MTGOX എക്സ്ചേഞ്ചിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വന്നതോടും കൂടിയാണ് ഇന്നലെ ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ വളരെ വലിയ ഡംപ് ഉണ്ടായിട്ടുള്ളത്. MTGOX ഇൻസിഡൻറ്റ് എന്താണെന്ന് മനസ്സിലാകാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനത് ചുരുക്കി പറഞ്ഞുതരാം. വർഷങ്ങൾക്ക് മുന്നേ ബിറ്റ്കോയിൻ്റെയൊക്കെ പ്രൈസ് വളരെ 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 തുച്ഛമായിരുന്ന സമയത്ത് ഹാക്കായി പോയിട്ടുണ്ടായിരുന്ന ഒരു എക്സ്ചേഞ്ച് ആയിരുന്നു MTGOX എന്ന് പറയുന്നത്. ഏകദേശം 8 ലക്ഷത്തോളം ബിറ്റ്കോയിൻ ഹാക്കായി പോയതിൽ നിന്ന് ഒരു 1,40,000 അടുപ്പിച്ച് ബിറ്റ്കോയിൻ അവർക്ക് ഹാക്കർമാരുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ടും പറ്റിയിട്ടുണ്ടായിരുന്നു. സോ ഈ റിക്കവർ ചെയ്തിട്ടുള്ള ബിറ്റ്കോയിൻസ് അവരുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലേക്ക് അവർ തിരിച്ചേൽപ്പിക്കും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ നാളുകളായിട്ട് അവർ കൊടുക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് അപ്ഡേറ്റ് വന്ന സമയത്ത് ഈ വർഷം ഒക്ടോബറിലായിരിക്കും അവർ റീപേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നായിരുന്നു. പക്ഷേ ഇന്നലെ വന്ന ന്യൂസ് അനുസരിച്ച് ജൂലൈ മാസത്തിൽ, അതായത് അടുത്ത മാസത്തിൽ അവരവരുടെ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ കയ്യിലുള്ള 1,40,000 ബിറ്റ്കോയിൻ റീപേയ്മെൻ്റ് ആയിട്ട് കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ 1,40,000 ബിറ്റ്കോയിനും കിട്ടുന്ന ആൾക്ക് വളരെ വലിയ ലോട്ടറി ആയിരിക്കും. ഇതെല്ലാം ഒരു വ്യക്തിയിലേക്കല്ല പോകുന്നത്. അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള, അതായത് അന്ന് ഹാക്കായിരിക്കുന്ന സമയത്ത് ആരൊക്കെ ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്തിരുന്നോ അവർക്കായിരിക്കും ഇവർ കൊടുക്കാനായിട്ട് പോകുന്നത്. അവർക്ക് വളരെ വലിയൊരു ലോട്ടറി തന്നെയായിരിക്കും ഇത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ എക്സ്ചേഞ്ച് ഹാക്ക് ചെയ്യപ്പെട്ട സമയത്ത് ബിറ്റ്കോയിൻ്റെ പ്രൈസൊക്കെ വളരെ കുറവായിരുന്നു. ആ ഇൻവെസ്റ്റേഴ്സിനാണ് ഇപ്പം ഈ ബിറ്റ്കോയിൻ അവർക്ക് തിരിച്ചു കിട്ടാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അവർ വളരെ വലിയ പ്രോഫിറ്റിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 1,40,000 ബിറ്റ്കോയിനിൽ നല്ലൊരു എമൗണ്ടും സെല്ല് ചെയ്ത് ഒഴിവാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു സെല്ലിങ് നടക്കുമ്പം BTCൻ്റെ പ്രൈസ് നല്ല രീതിയിൽ ഡംപ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ ഒരു ന്യൂസ് വന്ന സമയത്ത് തന്നെ മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിലേക്ക് ഇടിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് താൽക്കാലികമായിട്ട് ആശ്വസിക്കാനായിട്ട് 1-2 കാര്യങ്ങളുണ്ട്. അതും കൂടെ ഞാൻ പറയാം. അതായത് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ബിറ്റ്കോയിൻ്റെ 1 വീക്ക് ചാർട്ടാണ്. 1 വീക്ക് ചാർട്ടിൽ കൃത്യമായിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് ഫോളോ ചെയ്തിട്ടാണ് ബിറ്റ്കോയിൻ പോയിട്ടുള്ളത്. ഇന്നലെ വന്നിട്ടുള്ള ആ ഒരു ഡിപ്പ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു $58,400 അടുപ്പിച്ച കറക്റ്റ് ആ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് ബിറ്റ്കോയിൻ ഇപ്പം ഒന്ന് മേലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 58,000 58,500 എന്നുള്ള റേഞ്ച് വളരെ വലിയ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ്. അത് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റിൽ വളരെ വലിയൊരു ഡംപ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എയർ ഡ്രോപ്സിൻ്റെ കാര്യം, പ്രൊജക്റ്റുകൾ ഒരു പക്ഷേ അവരുടെ എയർ ഡ്രോപ്പ് പോസ്റ്റ്പോൺ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും കാണുന്നുണ്ട്. അല്ല, അവർ കൃത്യമായിട്ട് ആ ഒരു സമയത്ത് തന്നെയാണ് എയർ ഡ്രോപ്സ് അനൗൺസ് ചെയ്യുന്നതെങ്കിൽ കൂടിയും മാർക്കറ്റ് ഒരു നെഗറ്റീവ് കണ്ടീഷനിലായിരിക്കുമ്പോൾ ലോഞ്ച് ചെയ്യുന്ന എയർ ഡ്രോപ്പുകളൊക്കെ അത്രമാത്രം നല്ല രീതിയിലേക്ക് പെർഫോം ഒന്നും ചെയ്തിട്ടില്ല. സോ നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നതെന്ന്. അതുപോലെ തന്നെ നമുക്ക് ആശ്വസിക്കാനായിട്ട് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അതും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം.
ഈ MT ജോക്സ് എക്സ്ചേഞ്ച് നിരവധി തവണ അവരുടെ റീപേയ്മെന്റ് കൊടുക്കാനായിട്ട് പോവുകയാണെന്നും പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ തവണ മാറ്റിയും വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ 16 നവംബർ 2021, അതുപോലെ തന്നെ ഓഗസ്റ്റ് 31, 2022 ധാരാളം അനൗൺസ്മെന്റുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ കുറേ കാലത്തേക്ക് വീണ്ടും നീട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യം അങ്ങനെ നീട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് റിക്കവർ ആവുന്നതായിരിക്കും. സോ നമുക്ക് എന്തായാലും അടുത്ത മാസം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ സപ്പോർട്ട് ലെവൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. അതുപോലെ തന്നെ ഇവർ ചിലപ്പോൾ ആ 1,41,000 ബിറ്റ് കോയിൻസ് ഒരുമിച്ച് കൊടുക്കാതെ ചെറിയ പേഴ്സൻറ്റേജ് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈം ഇൻ്റർവെൽസിൽ കൊടുക്കും എന്നൊരു അനൗൺസ്മെൻറ്റും കൂടെ വരികയാണെങ്കിലും മാർക്കറ്റിനെ വലിയ രീതിയിൽ ബാധിക്കാനായിട്ടുള്ള സാധ്യതയില്ല. അല്ലാത്ത പക്ഷേ 1,40,000 ബിറ്റ് കോയിനൊക്കെ ഒരുമിച്ച് മാർക്കറ്റിലേക്ക് ഇറങ്ങുവാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ വലിയ രീതിയിലേക്കുള്ളൊരു ഡംപ് അത് ഉണ്ടാക്കാനായിട്ട് കാരണമാവുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ എയർ ഡ്രോപ്പുകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ബിറ്റ് കോയിൻ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നൊക്കെ തീർച്ചയായിട്ടും നോക്കി വെക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.